بسم الله الرحمن الرحيم. رسول الله حبيب الله نبي الله شفيع طلع البدر علينا. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا عليكم من الشاهدين وأنا معكم من الشاهدين. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم ثلاث من كن فيه وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. إني إذا مسني ضيم يربعني أقول يا سيد السادات يا سندي كل شفيعا إلى الرحمن من زللي وامن علي بما لا كان في خلدي وانظر بعين الرضا دائما أبدا واستر بطولك تقصري مدى الأمد. واعلموا أمة سيدنا ومولانا محمد. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിവിശിഷ്ടമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വസന്തോൽകൃഷം വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പവിത്രമായ രാത്രികളും പകലുകളും വിശ്വാസി മാനസങ്ങളിൽ ആനന്ദത്തിന്റെ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് നമ്മളോട് വിട പറയാനിരിക്കുന്ന സമയം
ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അർശപുളകിതമായ ആഘോഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ മുഖ്യധാര മുസ്ലിങ്ങളുടെ വിശ്വാസ കർമ്മ ആചാരങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ മുസ്ലിങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഒരു ഇസ്ലാമിക സമൂഹത്തിനും ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിനും ഒരു ഇസ്ലാമിക സംവിധാനത്തിനും ആ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന കാരണത്താൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങളുടെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ റബീഉൽ അവ്വൽ ആഘോഷവുമായി ബന്ധപ്പെട്ടു നടന്ന പരിപാടികളുടെ ഭാഗമായി കൊണ്ടുതന്നെ ഏകദേശം ഒരു വർഷം തികയാറായി നമ്മുടെ ഈ പ്രദേശത്ത് സന്തോഷകരമായ ഒരു ദർസും അനുബന്ധമായ മതപരമായ കർമ്മങ്ങൾക്കുമൊക്കെയും കാർമ്മികത്വം വഹിച്ചു ഈ പ്രദേശത്ത് നിലവിൽ വന്നിട്ടുള്ള അൽ ഫാറൂഖ് ഇസ്ലാമിക് സെന്ററിന്റെ കീഴിലുള്ള നബിദിനാഘോഷ പരിപാടിയുടെ സമാരംഭ സുദിനത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളും സാന്നിധ്യങ്ങളും ഒക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം എന്നു മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും ലോക ചരിത്രത്തിൽ ഇതിഹാസം രചിച്ച് കടന്നുപോയ പൂർവികരായ പലരുടെയും ചരിത്രങ്ങൾ ആവർത്തിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഒരു കടപ്പാടും ഒരു പ്രതിബദ്ധതയും ആ പ്രവാചകനെ പ്രവാചകനായി സമ്മതിക്കുന്ന മുസ്ലിങ്ങളിൽ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഒരു കടപ്പാട് നിലനിൽക്കാനുള്ള കാരണം? അല്ലാഹുവിന്റെ ഹബീബില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, അല്ലാഹുവിന്റെ ഹബീബില്ലെങ്കിൽ ഈ ലോകമില്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് സൃഷ്ടിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിലെ സകലമാന ചരാചരങ്ങളും നിഷ്പ്രഭമാവുകയും ആ സൃഷ്ടി ചരാചരങ്ങൾക്കൊന്നും ഒരു ചെറിയ പ്രസക്തി പോലുമില്ലാതെ അവയെ ഒന്നും ലോക ചരിത്രത്തിലോ ലോകത്ത് തന്നെയോ കാണുവാനും കേൾക്കുവാനും കഴിയാത്ത രൂപത്തിൽ ഈ ലോകം തന്നെ വിസ്മൃതിയിലേക്ക് പോകുമായിരുന്നു. കാരണം ഈ ലോകത്തിന്റെ പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാകുന്ന അല്ലാഹു ഈ ലോകത്തെ പടക്കാനുള്ള കാരണമെന്തു എന്നത് ലോകത്തോട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ ഇതുപോലെയുള്ള സംവിധാനങ്ങളിലൂടെ അല്ലാഹു തആല രൂപപ്പെടുത്താനുള്ള കാരണമെന്താണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അതാ അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, എന്റെ സന്നിധാനത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് എന്നോട് വിശദീകരിച്ചു തരികയാണ്. ഇന്നല്ലാഹ യഖൂൽ, നബിയേ, അല്ലാഹു തആല അങ്ങയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലൗലാ കമാ ഖലഖതുൽ ജന്നാ, അങ്ങയെ നമ്മൾ പടക്കണമെന്ന തീരുമാനം നമ്മിലുണ്ടായിരുന്നില്ലെങ്കിൽ, പ്രവാചകന്റെ സൃഷ്ടിപ്പ് നമ്മുടെ അജണ്ടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെയൊന്നും ഈ പ്രപഞ്ചത്തിന്റെ പരിണിതിയായി അല്ലാഹു തആല അതിന്റെ അനന്തര നടപടിക്രമങ്ങൾക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുള്ള സ്വർഗവും നരകവും ഇതൊന്നും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സൃഷ്ടിപ്പ് അല്ലാഹുവിന്റെ അജണ്ടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമായിരുന്നില്ല. ഇതുപോലെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് മറ്റൊരു സന്ദർഭത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട്
അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം, അള്ളാഹുവിന്റെ ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പഠിപ്പിക്കുകയാണ്. എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഏൽപ്പിച്ചിട്ടുള്ള സന്ദേശമാണ്, ഇൻ കുന്തിത്തഖദതു ഇബ്രാഹീമ ഖലീലാ. നബിയെ, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്മുടെ ഖലീലായി നമ്മൾ നിശ്ചയിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഫഖദിത്തഖദതുക ഹബീബാ, നിങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹബീബായിട്ടാണ്. നിങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവനായിക്കൊണ്ടാണ്. മാത്രമല്ല, വമാ ഖലഖതുക ഖൽഖൻ അക്റമ അലയ്യ മിൻക, വമാ ഖലഖതു ഖൽഖൻ അക്റമ അലയ്യ മിൻക. നിങ്ങളെ പടക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളെ സൃഷ്ടിക്കുക എന്ന അജണ്ട നമ്മുടെ മുമ്പിലില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ നമ്മൾ പടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു വെച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയേ, അങ്ങയെക്കാളും ഔദാര്യമുള്ള, അങ്ങയെക്കാളും മഹത്വമുള്ള, അങ്ങയെക്കാളും പവിത്രതയും ഔദാര്യവും ശ്രേഷ്ഠതയുമുള്ള മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾ ഒരിക്കലും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. വലഖദ് ഖലഖതു ദുനിയാ വ അഹ്ലഹാ, ഈ ദുനിയാവിനെയും ആ ദുനിയാവിലുള്ള സകലമാന പ്രപഞ്ച പ്രതിഭാസങ്ങളെയും നമ്മൾ പടച്ചു വെച്ചത് എന്തിനാണ്? ലിയുഅരിഫഹും കറാമതക വ മൻസിലതക. നബിയെ, ഈ ലോകത്തിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ അങ്ങയുടെ സൃഷ്ടിപ്പിനല്ലാതെ, അങ്ങയുടെ ജനനത്തിനല്ലാതെ, അങ്ങയുടെ ജീവിതത്തിനല്ലാതെ മറ്റൊന്നിനും ഒരു പ്രസക്തിയുമില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. എന്ന് മാത്രമല്ല, തുടർന്നുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളെ പടച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത്, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് കാരണം നിങ്ങളെ സൃഷ്ടിച്ചതാണ് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ, അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു തആല വീണ്ടും പറയുന്നു, പിന്നെ എന്തിനാണ് മറ്റുള്ള സൃഷ്ടികളെയൊക്കെ നമ്മൾ പടച്ചതെന്നോ? അങ്ങയുടെ മഹത്വങ്ങളും ഔദാര്യങ്ങളും സ്ഥാനമാനങ്ങളും അവർക്കൊക്കെ അറിയുന്നതിന് വേണ്ടി, അതൊക്കെ അവരൊന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തെ പ്രഥമ സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരാ. അതുകൊണ്ട് തന്നെ ആ ലോകൈക നേതാവിനോട് ഈ പ്രപഞ്ചം കടപ്പെട്ടിട്ടുണ്ട്. ആ ലോകൈക നേതാവിനോട് ഈ ലോകത്തിന്റെ സകലമാന സൃഷ്ടിചരാചരങ്ങളും വിധേയപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ആ പ്രവാചകന്റെ നൂറിനെ ഈ പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചു വെക്കുകയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ കവികൾ നമ്മെ പഠിപ്പിച്ചു തന്നത്, റൂഹുൽ വജൂദി ഹയാതു മൻ ഹുവ വാഹിദു ലൗലാഹു മാ തമ്മൽ വജൂദു ലിമൻ വജിദ്. ലോകത്തെ പടക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ പ്രകാശങ്ങളാണ്. ലൗ അബ്ശറ ശൈത്താനു തൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ കാന അവ്വല മൻ സജദ. ലൗ അബ്ശറ ശൈത്താൻ, ഇബ്ലീസിനെങ്ങാനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ പ്രകാശം ആദം അലൈഹിസ്സലാമിന്റെ മുതുകത്ത് അല്ലാഹു തആല സംവിധാനിച്ചത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ അബ്സറ ശൈത്താൻ, ശൈത്താൻ എങ്ങാനും ആ പ്രകാശം കണ്ടിരുന്നെങ്കിൽ, ഫീ വജ്ഹി ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകത്തുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശ പ്രതിഫലനങ്ങൾ ആദം അലൈഹിസ്സലാമിന്റെ മുഖഭാവങ്ങളിലൂടെ ശകുത്താന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കാന അവ്വല മൻ സജദ, ആദ്യമായി ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആള്
ഇബ്ലീസ് ആകുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, അല്ലെങ്കിൽ ആദ്യമായി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് അല്ലാഹുവിന് ആദരവ് നൽകാൻ അല്ലാഹു തആല ആവശ്യപ്പെടുമ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള ആദരവിന്റെ നിർദ്ദേശത്തോട് ധിക്കാരം കാണിച്ച ഇബ്ലീസുൽ ലഈൻ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകത്തുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തിന്റെ പ്രതിഫലനങ്ങളെ ഒപ്പിയെടുക്കാനും തിരിച്ചറിയുവാനും ഇബ്ലീസിന് കഴിയാതെ പോയി എന്നതാണ്. ഇനിയോ സഹോദരന്മാരെ, വീണ്ടും പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീനാളത്തിലിട്ടുകൊണ്ട് തീ കത്തിച്ച് നശിപ്പിച്ചു കളയാൻ ഉദ്ദേശിച്ച ധിക്കാരിയാണ്. എന്നാൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അത്യുജ്വലമായി കത്തിജ്വലിക്കുന്ന തീനാളങ്ങളിലേക്ക് എറിയുന്ന നമ്രൂദ് ആദം അലൈഹിസ്സലാമാകുന്ന പിതാവിന്റെ മുതുകത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തന്റെ മറ്റൊരു പിതാവിന്റെ മുതുകത്തേക്ക് അതാ കടന്നു വന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രകാശത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ആ സൗന്ദര്യം കാണാൻ നമ്രൂദിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അബദൽ ജലീല മഅൽ ഖലീലി, അല്ലാഹുവിനോട് കൂടെ അല്ലാഹുവിനെ അതാ ആ നമ്രൂദ് ആരാധിക്കുമായിരുന്നു. മഅൽ ഖലീലി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നത് പോലെ നമ്രൂദും അല്ലാഹുവിനെ ആരാധന ചെയ്യുക എന്നതല്ലാതെ ആ പ്രകാശം കാണാൻ കഴിഞ്ഞ ഒരു വ്യക്തിക്കും ധിക്കാരിയാകാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രകാശം തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു മനുഷ്യനും അവിശ്വാസിയാകാൻ കഴിഞ്ഞിട്ടില്ല. ലാകിൻ ജമാലുല്ലാഹി ജല്ല ഫലാ യുറാ ഇല്ലാ ബിതൗഫീഖിൻ മിനല്ലാഹിസ് സമദ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം അല്ലാഹു തആല നിക്ഷേപിച്ചത് കൊണ്ടായില്ല, അതിന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല ലോകത്ത് പ്രകടിപ്പിച്ചത് കൊണ്ടായില്ല. ആ പ്രകാശത്തെ കണ്ടെത്തിയവന് വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തതും കൊണ്ടുമായില്ല. ലാകിൻ ജമാലുല്ലാഹി ജല്ല ഫലാ യുറാ. പക്ഷേ റബ്ബിന്റെ തൗഫീഖ് വേണ്ടേ, അല്ലാഹുവിൽ നിന്നുള്ള വിധി വരണ്ടേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ചെന്നു നിന്ന നമ്രൂദിന് ആ പ്രവാചകന്റെ നൂറിൽ നിന്ന് പ്രകാശിതമാകുന്ന സൗന്ദര്യത്തെ സ്വാംശീകരിക്കാനുള്ള ശക്തി നമ്രൂദിന് നഷ്ടപ്പെട്ടു പോയപ്പോൾ, അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നമ്രൂദിന് നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൂടെ റബ്ബിനെ ആരാധിക്കേണ്ട നമ്രൂദ് റബ്ബിന്റെ ധിക്കാരിയായി പോയി, ഖലീലിന്റെ ശത്രുവായി പോയി. എന്തേ കാരണം? അല്ലാഹുവിൽ നിന്നുള്ള തൗഫീഖ് ഇല്ലാതെയായതാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്നു കണ്ട നൂറിന്റെ സൗന്ദര്യം മാത്രമല്ല, സാക്ഷാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ തന്നെ ചെന്നു നിന്ന അബൂജഹലിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ നേർക്കുനേരെ കാണാൻ കഴിഞ്ഞ അബൂജഹലുണ്ടല്ലോ, ഋതുബത്തുണ്ടല്ലോ, ശൈബത്തുണ്ടല്ലോ, അവർക്കാർക്കും തന്നെ ആ പ്രവാചകന്റെ നൂറ് കാണാൻ കഴിഞ്ഞില്ല. അവർക്കാർക്കും തന്നെ ആ പ്രവാചകന്റെ അസാധാരണത്വത്തെ ദർശിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണമെന്നോ? ലാകിൻ ജമാലുല്ലാഹി ജല്ല ഫലാ യുറാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറ് വെറുതെ ഒന്നും കാണാൻ കഴിയില്ല, ഹബീബിന്റെ മുമ്പിൽ ഉണ്ടായത് കൊണ്ടും കാണാൻ കഴിയില്ല. ഹബീബിന്റെ നൂറ് സന്നിവേശിപ്പിച്ച ശരീരത്തെ കണ്ടെത്തിയാലും കാണാൻ കഴിയില്ല. ആദ്യമായി വേണ്ടത് ഇല്ലാ ബിതൗഫീഖിൻ മിനല്ലാഹിസ് സമദ്, സമദായ റബ്ബിൽ നിന്നുള്ള തൗഫീഖ് ഇല്ലാതെ റബ്ബിന്റെ നൂറ് കാണാൻ കഴിയാതെ പോയ ഹതഭാഗ്യർ എത്രയാണ്, ആ നൂറ് കാണാൻ കഴിയാതെ പോയ ശത്രുക്കൾ എത്രയാണ്. ഇവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകനായി അംഗീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു. ആ
ആഖിർ സമാനിന്റെ അവകാശികളായി എന്ന് നമുക്കൊക്കെ വിശ്വസിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആ പ്രവാചകനായി സ്വീകരിക്കാനോ ആ പ്രവാചകനെ നേതാവായി അംഗീകരിക്കാനും കഴിയുന്ന മുസ്ലിംകളെ, ആ പ്രവാചകന്റെ ജന്മദിനത്തെ, ആ പ്രവാചകന്റെ ജീവിത വഴികളെ, ആ പ്രവാചകന്റെ വിശുദ്ധമായ വ്യക്തിപ്രഭാവത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയാതെ, ലോകത്തിന്റെ മുമ്പിൽ അത് സംവദിക്കാതെ സംസാരിക്കാതെ, ലോകത്തോട് അത് വിതരണം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യാതെ ആ നൂറ് റബ്ബ് നമ്മിലേക്ക് കാണിപ്പിച്ചു തന്നതിന്റെ ആ നൂറിന്റെ ചെറിയൊരു അംശമെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞതിന്റെ ശുക്ർ എങ്ങനെയാ റബ്ബിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ, ആ പ്രവാചകനോട് ലോകം കടപ്പെട്ടിട്ടുണ്ട്. ഈ ചരാചരങ്ങൾ മുഴുവനും, ഈ പ്രപഞ്ചങ്ങൾ മുഴുവനും, അഖില പ്രപഞ്ചങ്ങൾ മുഴുവനും ആ നേതാവിന്റെ സന്നിധാനത്തിൽ നമ്മൾ ശിരസ്കരാകേണ്ടവരാ, തലകുനിക്കേണ്ടവരാ, വിധേയപ്പെടേണ്ടവരാ. എന്തുകൊണ്ട്? ആ പ്രവാചകനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, ആ പ്രവാചകനില്ലെങ്കിൽ ചരാചരങ്ങളില്ല, ആ പ്രവാചകനില്ലെങ്കിൽ തന്റെ ശരീരം പോലുമില്ല. ലോകത്തെ പടക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് മാത്രമല്ല, ഈ ലോകത്തിന്റെ പ്രമേയവും അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഈ ലോകത്തിന്റെ പ്രമേയം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള, അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ള അടിമകളിലേക്കുള്ള ഗുരുനാഥന്മാർ അല്ലാഹുവിന്റെ സന്ദേശങ്ങളുമായി കടന്നു വരുമ്പോൾ ആ സന്ദേശങ്ങളുമായി കടന്നു വരുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്മാരാകുന്ന ലോകത്തിന്റെ ഗുരുവര്യന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുന്നതെന്താണ്? എന്ത് പ്രബോധനം ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? എന്ത് ക്യാമ്പയിൻ നടത്തണമെന്നാണ് പറയുന്നത്? എന്ത് വിശദീകരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്? അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും പ്രപഞ്ചത്തിലേക്ക് അവരുടെ ഡ്യൂട്ടി കൊടുത്ത് അല്ലാഹു തആല പറഞ്ഞയക്കുന്നതിന്റെ മുമ്പ് എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു തആല വാങ്ങിയിട്ടുള്ള ഒരു കരാറുണ്ട്. എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു തആല വാങ്ങിയിട്ടുള്ള ഒരു ഉറപ്പുണ്ട്. എന്താണ് ആ ഉറപ്പെന്ന് പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുകയാണ്. വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ. ലോകത്തുള്ള സകലമാന പ്രവാചകന്മാരും രംഗപ്രവേശനം ചെയ്യുന്നതിന്റെ പ്രാരംഭഘട്ടത്തിൽ ആ പ്രവാചകന്മാരെ മുഴുവനും വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മാ. നിങ്ങൾക്ക് ലോകരോട് പറയാനുള്ള ഇൽമും, ലോകരോട് പറയാനുള്ള തത്വജ്ഞാനവും, ലോകരോട് പറയാനുള്ള സന്ദേശവും, ആ സന്ദേശത്തിന്റെ വേദഗ്രന്ഥവും നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ തന്നാൽ അത് സ്വീകരിക്കണമെങ്കിൽ, അത് പ്രബോധനം ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ അമ്പിയാക്കളോട് പറയുന്നത് എന്താണ്? സുമ്മ ജാഅക്കും റസൂൽ. നിങ്ങളെയൊക്കെ നമ്മൾ ഭൂമിയിലേക്ക് വിട്ടിട്ട് നിങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ തന്ന നിർദ്ദേശവുമായി ലോകത്ത് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ ഇടയിൽ ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നാൽ ഏതാണ് ആ പ്രവാചകൻ? എങ്ങനെയുള്ള പ്രവാചകനാണത്? മുസദ്ദിഖുൽ ലിമാ മഅക്കും. നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള കിതാബുണ്ടല്ലോ, ആ കിതാബിൽ ആ നേതാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വേദഗ്രന്ഥത്തിൽ ആ നേതാവിന്റെ അരുൾപ്പാടിനെ കുറിച്ചുള്ള ചിന്തയും ചർച്ചയുമുണ്ട്. ആ വേദഗ്രന്ഥത്തിൽ ഈ പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ പൂർവികമായ വേദഗ്രന്ഥങ്ങളിലുള്ള യാഥാർത്ഥ്യങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് രംഗപ്രവേശനം ചെയ്താൽ
നിങ്ങൾക്ക് തന്ന കിതാബും വേദഗ്രന്ഥമൊക്കെ അടക്കി പൂട്ടി വീട്ടിൽ വെച്ചിട്ട് ആ പ്രവാചകന് ഞാൻ എന്ത് കൊടുത്തു, അതിന്റെ പുറകിൽ നിൽക്കേണ്ടവരാണ് നിങ്ങൾ. അങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ ഉറപ്പു തന്നാലേ ഈ വേദഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ തരുള്ളൂ. അങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പു തന്നാലേ പ്രവാചകനാകാനുള്ള യോഗ്യത നിങ്ങൾക്കുള്ളൂ. കാരണം നിങ്ങളെ നമ്മൾ ഏൽപ്പിക്കുന്ന പ്രമേയം എന്താണ്, നിങ്ങളെ നമ്മൾ ചെയ്തേൽപ്പിച്ചു തരുന്ന ക്യാമ്പയിൻ എന്താണ്? പ്രപഞ്ചത്തിന്റെ പ്രമേയമാകുന്ന ലോകമാനവരാശിയുടെ ക്യാമ്പയിനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന പ്രമേയമാണ് അഖില പ്രപഞ്ചത്തിന്റെയും അത്യുദാരനായ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് നിങ്ങളെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്ത് നിങ്ങൾ ചെല്ലുകയും നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പയിനുമായി കടന്നു പോവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നിങ്ങളെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ പ്രവാചകന്റെ ആഗമനത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് രംഗപ്രവേശനം ചെയ്താൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു, ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം, ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ അംഗീകരിക്കുകയും ആ പ്രവാചകനെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. ആ പ്രവാചകന്റെ സഹകാരികളായി, ആ പ്രവാചകന്റെ പിൻഗാമികളായി, ആ പ്രവാചകനെ ഹെൽപ്പ് ചെയ്യുന്നവരായി നിങ്ങൾ മാറണമെന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ്, കരാറ് വാങ്ങിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് അല്ലാത്ത പ്രവാചകന്മാരെ മുഴുവനും ലോകത്തേക്ക് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന് ഇന്ന് വിട പറയുന്നതിന്റെ മുമ്പായി തന്റെ മകനാകുന്ന ശീസ് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് നൽകുന്ന നിർദ്ദേശമുണ്ട്. ആദം അലൈഹിസ്സലാം ശീസ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്ന നിർദ്ദേശമുണ്ട്. യാ ബുനയ്യാ, ഓ കുഞ്ഞുമോനെ, അൻത ഖലീഫത്തി മിൻ ബഅദി, നിങ്ങൾ എന്റെ ശേഷമുള്ള പ്രതിനിധിയാണ്. എന്റെ ശേഷം ഈ ദൗത്യം നിർവഹിക്കേണ്ട പിൻഗാമിയാണ് നിങ്ങൾ, എന്റെ പ്രതിനിധിയാണ് നിങ്ങൾ, എന്റെ ഖലീഫയാണ് നിങ്ങൾ, എന്റെ പകരക്കാരനാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഫഖുദുഹാ ബിഇമാറത്തി തഖ്വാ വൽ ഉർവത്തിൽ വുസ്ഖാ, നല്ല മനോധൈര്യത്തോടുകൂടെ, നല്ല ഉറച്ച കാൽവെപ്പുകളോടുകൂടെ ഈ ഖിലാഫത്ത് നിങ്ങൾ ഏറ്റെടുക്കണം, ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. ഈ പ്രബോധനത്തിന്റെ ഉജ്ജ്വലമായ വീഥികളിൽ നിങ്ങൾ കർമ്മനിരതനാകണമെന്ന് മകനാകുന്ന ശീസ് അലൈഹിസ്സലാമിനോട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചതിനു ശേഷം ആദം അലൈഹിസ്സലാം പറയുന്നത് എന്താണ്? വകുല്ലമാ ദകർതല്ലാഹ്, ശീസ് അലൈഹിസ്സലാമിന് ആദം അലൈഹിസ്സലാം കൊടുക്കുന്ന നിർദ്ദേശമാണ്. വകുല്ലമാ ദകർതല്ലാഹ്, അല്ലാഹുവിനെ നീ എവിടെയൊക്കെ പറയുന്നുണ്ടോ, അല്ലാഹുവിനെ നീ എവിടെയൊക്കെ വിശദീകരിക്കുന്നുണ്ടോ, അല്ലാഹ് എന്ന നാമം നീ എവിടെയൊക്കെ പറയുന്നുണ്ടോ, ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം അലൈഹിസ്സലാം മകനാകുന്ന ശീസ് അലൈഹിസ്സലാമിന് നൽകുന്ന പ്രമേയം എന്താണ്? ശീസ് അലൈഹിസ്സലാമിന് നൽകുന്ന നിർദ്ദേശം എന്താണ്? മോനെ, എന്റെ ഖിലാഫത്ത് ധൈര്യത്തോടെ ഏറ്റെടുത്തുകൊള്ളൂ. പക്ഷേ ഇദാ ദകർതല്ലാഹ്, അല്ലാഹുവിനെ നീ എവിടെയെങ്കിലും പറഞ്ഞാൽ, അല്ലാഹുവിനെ എവിടെയെങ്കിലും പ്രതിപാദിച്ചാൽ, ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാതിരുന്നുകൂടാ, റസൂലുള്ളാഹിനെ പ്രതിപാദിക്കാതിരുന്നുകൂടാ, റസൂലുള്ളാഹിനെ പ്രശംസിക്കാതിരുന്നുകൂടാ. അല്ലാഹുവിനെ പറയുന്നിടത്ത് അല്ലാഹുവിന്റെ ഹബീബിനെയും പറയണമെന്ന് ആദം അലൈഹിസ്സലാം നിർദ്ദേശം നൽകുന്നത് ഏത് കാലഘട്ടത്തിലാണ്? മനുഷ്യരൂപത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് രംഗപ്രവേശനം ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ്
അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് ഭൗതികമായ ലോകം പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ശീസ് അലൈഹിസ്സലാം തന്റെ മകന് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയണമെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്തേ മകനോട് ആദം അലൈഹിസ്സലാം അങ്ങനെ പറയാനുള്ള കാരണമെന്നോ ആദം അലൈഹിസ്സലാം തന്നെ വിശദീകരിക്കട്ടെ. ഫഇന്നി റഅയ്തു ഇസ്മഹു മക്തൂബൻ അലാ സാഖിൽ അർശ്. ഞാൻ സ്വർഗ്ഗലോകം എന്നെ ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്. അങ്ങനെ എന്നെ അല്ലാഹു തആല സൃഷ്ടിച്ച ശേഷം എന്നിലേക്ക് അല്ലാഹു തആല അവന്റെ അനുഗ്രഹത്തോടുകൂടെ ആത്മാവ് നൽകപ്പെടുമ്പോൾ ഞാൻ എന്റെ റഫഅതു റഅസി ഇലാ അർശിക, എന്റെ ശിരസിനെ ഞാൻ നിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി നോക്കിയപ്പോൾ ആ സിംഹാസനത്തിന്റെ സ്റ്റൂളിന്, ആ സിംഹാസനത്തിന്റെ കാലുകളിൽ മുഹമ്മദ് എന്ന നാമം രേഖപ്പെടുത്തിയതായി, മുഹമ്മദ് എന്ന നാമം പരിചയപ്പെടുത്തിയതായി, മുഹമ്മദ് എന്ന നാമത്തെ എഴുതി വെച്ചതായി എനിക്ക് കാണാൻ കഴിഞ്ഞു മോനെ. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ സാത്തിൽ കാലിൽ അല്ലാഹുവിന്റെ നേതാവ്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അല്ലാഹു തആല എഴുതി വെച്ചിരിക്കുകയാണ്. പോരാ, വഅന ബൈനർ റൂഹി വത്തീൻ, ഞാൻ എനിക്ക് ആത്മാവ് തന്ന ശേഷം ഭൂമി സിംഹാസനത്തിലേക്ക് നോക്കിയപ്പോൾ ആ സിംഹാസനത്തിന്റെ പരിസരത്ത് അല്ലാഹുവിന്റെ പേര് കണ്ടു എന്ന ഒരു വിഷയം വേറെയുണ്ട്. ഇവിടെ ആദം അലൈഹിസ്സലാം പറയുന്നത് എന്താണ്? ഞാൻ കളിമണ്ണിന്റെ ഇടയിൽ എന്റെ സൃഷ്ടിപ്പിന്റെ സമ്പൂർണത പ്രാപിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആദം അലൈഹിസ്സലാമിന്റെ വിശദീകരണമാണ്. ഞാൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് വരാതെ കേവലം മണ്ണിന്റെ ഭാഗമായി നിൽക്കുന്ന കാലത്തു തന്നെ ആദം അലൈഹിസ്സലാം പറയുന്നു ആ നേതാവിന്റെ പേര് സിംഹാസനത്തിന്റെ കാലുകളിലുണ്ട്. ഇനിയോ വീണ്ടും ആദം അലൈഹിസ്സലാം പറയുന്നു, ഞാൻ പ്രവാചകനായി, ഞാൻ മനുഷ്യനായി വന്നു വരികയും വാനലോകത്തന്നെ സൃഷ്ടിച്ചു വെക്കുകയും അങ്ങനെ വാനലോകം ഞാൻ സഞ്ചരിക്കുകയാണ്, ആകാശലോകങ്ങൾ മുഴുവനും ഞാൻ ചുറ്റിക്കറങ്ങുകയാണ്. ഫലം മറാഫിസ് സമാവാതി മൗലിആ, ആകാശലോകം മുഴുവനും ചുറ്റിക്കറങ്ങി കണ്ട എനിക്ക്, ഈ വാനലോകത്തെ മുഴുവനും നേർക്കാഴ്ചയിലൂടെ ദർശിക്കാൻ കഴിഞ്ഞ എനിക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നു, ആ വാനലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ആ വാനലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരെഴുതാതെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമമില്ലാതെ വാനലോകത്തൊരു ഭാഗത്തും ഒരു സ്ഥലവുമില്ല. ലോകത്തിന്റെ പ്രമേയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകർക്ക് ചർച്ച ചെയ്യാനുള്ള നേതാവാണ് റസൂലുള്ളാഹി. ലോകത്തിന് ആലോചിക്കുവാനും സ്മരിക്കാനുമുള്ള നേതാവാണ് റസൂലുള്ളാഹി. ലോകത്തിന് പറയാനും പ്രതിപാദിക്കാനുമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ശീസ് അലൈഹിസ്സലാമിനോട് പിതാവാകുന്ന ആദം അലൈഹിസ്സലാം പറയുന്നു, വഇന്ന റബ്ബി യസ്കനിൽ ജന്ന, എന്റെ റബ്ബ് എന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി വാനലോകത്തിന്റെ മുഴുവൻ പരിസരങ്ങളും ചുറ്റിക്കറങ്ങി കണ്ട് ആ വാനലോകത്തൊരിടത്തും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരില്ലാത്ത സ്ഥലമില്ലെന്ന് പേരില്ലാത്ത സ്ഥലമില്ലെന്ന് ആധികാരികമായി പ്രഖ്യാപിച്ച ആദം അലൈഹിസ്സലാം പിന്നെ പറയുന്നത്, വഇന്ന റബ്ബി അസ്കനിൽ ജന്ന, എന്റെ റബ്ബ് എന്നെ സ്വർഗ്ഗത്തിൽ കടത്തി, എന്റെ റബ്ബ് എന്നെ സ്വർഗ്ഗത്തിലേക്ക് മാറ്റി. ആ സ്വർഗ്ഗലോകത്ത് ഞാൻ ജീവിക്കുമ്പോഴോ ഫലം മറാഫിൽ ജന്നത്തി ഖസ്റാ, സ്വർഗ്ഗലോകത്ത് ഒരു കൊട്ടാരത്തിലും സ്വർഗ്ഗലോകത്തെ ഒരു ബിൽഡിംഗിലും സ്വർഗ്ഗലോകത്തെ ഒരു ചുമരുകളിലും സ്വർഗ്ഗലോകത്തെ ഒരിടങ്ങളിലും ആ നേതാവിന്റെ പേരില്ലാതെ ഫലം മറാഫിൽ ജന്നത്തി ഖസ്റൻ വലാ ഗുർഫതൻ ഇല്ലാ വഇസ്മു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്തൂബുൻ അലൈഹി. സ്വർഗ്ഗലോകത്തുള്ള
ഒരു സൗധത്തിലോ ഒരു ബിൽഡിങ്ങിലോ ഒരു കെട്ടിടത്തിലോ ഒരു പരിസരത്തോ ആ നേതാവിന്റെ പേരെഴുതി വെക്കാത്ത ഒരു സ്ഥലമില്ല, ആ നേതാവിനെ പ്രതിപാദിക്കാത്ത ഇടമില്ല, ആ നേതാവ് ചർച്ചയാകാത്ത സമയങ്ങളോ സന്ദർഭങ്ങളോ ഇല്ല. വീണ്ടും ആദം അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാത്ത വാക്കാണത്. ആദം അലൈഹിസ്സലാം പറയുന്നു, വലഖദ് റഅയ്തു ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ പേര് ഞാൻ കാണുകയാണ്. അലാ നൂറിൽ ഹൂറിൽ ഈൻ, സ്വർഗീയാരാമത്തിലെ തരുണീമണികളായ സുന്ദരിമാരുടെ ഹൃദയത്തിന്റെ മുകളിൽ, അവരുടെ ഹൃദയത്തിന്റെ മുകളിൽ ആ നേതാവിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ആ നേതാവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗീയാരാമത്തിലെ തരുണീമണികളായ ഹൂറുല്ലീങ്ങളുടെ സൗന്ദര്യത്തിന്റെ അലങ്കാരമായി അവരുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാത്ത, പ്രതിപാദിക്കാത്ത, രേഖപ്പെടുത്താത്ത, വിശദീകരിക്കാത്ത ഇടം അഖില പ്രപഞ്ചത്തിൽ ഒരിടത്തുമില്ലെന്ന് ആധികാരികമായി ലോകത്താദിമ മനുഷ്യൻ പ്രഖ്യാപിക്കുകയും അത് തന്റെ മകനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മകനാകുന്ന ശീസ് അലൈഹിസ്സലാമിനോട് ആദം നബിക്ക് നൽകാനുള്ള നിർദ്ദേശം എന്താണെന്നറിയോ? മോനെ, അതുകൊണ്ട് ആ നേതാവിന്റെ പേര് പറയൽ അധികരിപ്പിക്കണേ, ആ നേതാവിനെ കുറിച്ചുള്ള പ്രശംസ വർദ്ധിപ്പിക്കണേ, ആ നേതാവിനെ കുറിച്ചുള്ള ചർച്ച അധികരിപ്പിക്കണേ, ആ നേതാവിനെ പറയുന്നത് അധികരിപ്പിക്കണേ എന്ന് അതാ ആദം അലൈഹിസ്സലാം പറഞ്ഞിട്ട് പറയുന്നു, ഫൈനൽ മലായികത തദ്കുറുഹു ഫീ കുല്ലി സാഅതിഹാ, ലോകത്തെ മുഴുവൻ സമയങ്ങളിലും ലോകത്തെ മുഴുവൻ സന്ദർഭങ്ങളിലും ആ നേതാവിനെ കുറിച്ച് പറയുകയാണ് മലക്കുകൾ, ആ നേതാവിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ് മലക്കുകളെന്ന്. അതാ സഹോദരന്മാരെ, മഹാനായ ആദം അലൈഹിസ്സലാം തന്റെ മകനാകുന്ന ശീസ് അലൈഹിസ്സലാമിന്റെ കൈകളിലേക്ക് തന്റെ ഖിലാഫത്തിന്റെ ദൗത്യം കൈമാറുമ്പോൾ പറയുന്നത് അതാണ്. അതേ ലോകത്ത് ജനിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു നേതാവിന് ലോകത്ത് ഔദ്യോഗികമായി പ്രതിനിധാനം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ തന്റെ അനുയായികളായി കാലം അടയാളപ്പെടുത്തിയ, തന്റെ അനുയായികളായി അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള അനുയായികളാണ് ഈ പറയുന്നത്. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്താകാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് റസൂലുള്ളാഹിന്റെ അനുയായിയാകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ അനുയായിയാകാത്ത ഉമ്മത്ത് പോലും ആ നേതാവിനെ സദാ സമയത്തും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ നേതാവിനെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നേതാവിന്റെ ഉമ്മത്തായ നമ്മളോ, ആ നേതാവിന്റെ പിൻഗാമികളായ നമ്മളോ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വറഫഅനാ ലക ദിക്റക, നബിയേ അങ്ങ് ജനിക്കുന്നതിന്റെ മുമ്പുള്ള ഉമ്മത്ത് അങ്ങയുടെ ദിക്ർ അധികരിപ്പിച്ചു എന്ന് മാത്രമല്ല, അങ്ങയെക്കുറിച്ചുള്ള പ്രതിപാദങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തിന്റെ അഖില ഭാഗങ്ങളും മുഖരിതമായി എന്ന് മാത്രമല്ല, അങ്ങയുടെ ഉമ്മത്തുണ്ടല്ലോ, ആ ഉമ്മത്തിനിടയിലും ആ നേതാവിന്റെ ദിക്റുണ്ട്, ആ ഉമ്മത്തിലും ആ നേതാവിന്റെ പ്രശംസയുണ്ട്. എങ്ങനെയുണ്ട്? വാനോളം ഉയരത്തിലുണ്ട്, വാനോളം ഉയർച്ചയിലുണ്ട്, വാനോളം മഹത്വത്തിലുണ്ട്. വറഫഅനാ ലക ദിക്റക, ആ നേതാവിനെ കുറിച്ചുള്ള ദിക്ർ, ആ നേതാവിനെ കുറിച്ചുള്ള പ്രതിപാദ്യം, ആ നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ ലോകത്ത് പൂർവീക ഉമ്മത്തിൽ നിരന്തരമായി നടന്നു എന്നതുപോലെ തന്നെ പിൽക്കാലത്തെ സമുദായത്തിലും ആ പ്രതിപാദ്യം നമ്മൾ ഉയർത്തി വച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുദ്സിയായ ഹദീസിലൂടെ വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി ഉമ്മത്തിലേക്ക് കൈമാറുകയാണ്. എന്താണ് വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ദിക്റിനെ നമ്മൾ ഉയർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ, എന്നെ പറയുന്നിടത്ത്
എന്നെ പ്രതിപാദിക്കുന്നിടത്ത്, എന്നെ പരിചയപ്പെടുത്തുന്നിടത്ത്, എന്നെ പ്രശംസിക്കുന്നിടത്ത് ആ നേതാവിനെ പറയാതിരുന്നുകൂടാ. എവിടെ അല്ലാഹുവിനെ പറയുന്നുണ്ടോ, എവിടെ അല്ലാഹുവിനെ പ്രതിപാദിക്കുന്നുണ്ടോ, അവിടെ ആ നേതാവിനെ പറഞ്ഞേ പറ്റൂ. നമ്മുടെ നിസ്കാരത്തിലുണ്ട്, നമ്മുടെ കലിമയിലുണ്ട്, നമ്മുടെ തൗഹീദിലുണ്ട്, നമ്മുടെ ആരാധനകളിലുണ്ട്, നമ്മുടെ മുഴുവൻ കർമ്മങ്ങളിലുമുണ്ട്, നമ്മുടെ മുഴുവൻ വിശ്വാസങ്ങളിലും ആ നേതാവുണ്ട്. പോരാ, പൂർവിക ഉമ്മത്തിൽ അതുണ്ട് എന്നതുപോലെ തന്നെയാണ്. നമ്മളൊക്കെ സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ടല്ലോ. മൂസ അലൈഹിസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാമും തമ്മിലുള്ള ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായി മൂസ നബി അലൈഹിസ്സലാം പോകുന്ന സമയത്ത് നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് അതാ 2 യതീമുകൾ കടന്നു വരുന്നുണ്ട്. ആ യതീമുകൾക്കുള്ള 2 യതീമുകളുടെ നാട്ടിലുള്ള ഒരു മതില് മൂസ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഖിദ്ർ അലൈഹിസ്സലാം നന്നാക്കി കൊടുക്കുന്നത് ചരിത്രത്തിലുണ്ട്. അതേ, തങ്ങൾക്ക് ഭക്ഷണം തരാത്തവരാ ആ നാട്ടുകാര്, തങ്ങളെ പരിപാലിക്കാത്തവരാ നാട്ടുകാര്, തങ്ങളെ പരിഗണിക്കാത്തവരാ നാട്ടുകാര്. അങ്ങനെയുള്ള നാട്ടുകാരുടെ മുമ്പിൽ അതേ അവിടെ തകരാൻ പോകുന്ന ഒരു മതില് മൂസ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെച്ച് ഖിദ്ർ അലൈഹിസ്സലാം നന്നാക്കി കൊടുക്കുമ്പോ സ്വാഭാവികമായും മൂസ അലൈഹിസ്സലാമിന് സംശയം വരുന്നു. അവിടെ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനത്തെ ഒരു നാട്ടുകാരുടെ മുമ്പിൽ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സമയങ്ങൾക്കു ശേഷം ഖിദ്ർ അലൈഹിസ്സലാം നൽകുന്ന മറുപടിയുണ്ട്. ഫഅമ്മൽ ജിദാറു ഫകാനത് ലിഗുലാമൈനി യതീമൈൻ. ആ ചുമര് 2 യതീമുകൾക്കുള്ളതാണ്. ആ ചുമരിന്റെ ഇടയിൽ 2 യതീമുകൾക്കുള്ള കൻസുണ്ട്, നിധിയുണ്ട്. എന്താണ് ആ നിധി എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. എന്തായിരുന്നു ആ മതിലിന്റെ ചുവട്ടിലുണ്ടായിരുന്ന നിധി? സ്വർണത്തിനാലുള്ള ഒരു ഫലകമാണ്, സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ഫലകയാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ആ ഫലകയിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്? അജബൻ ലിമൻ ഐക്കന ബിൽ മൗതി കൈഫ യഫറഹു. അതേ, മരണമുണ്ടെന്ന് ഉറപ്പിക്കുന്ന മനുഷ്യൻ എങ്ങനെയാ ഭൗതിക ലോകത്ത് സന്തോഷിക്കാൻ കഴിയുന്നത്? അജബൻ ലി ഐക്കന ബിൽ ഹിസാബി കൈഫ യദ്ഹഖു. റബ്ബിന്റെ മുമ്പിൽ വിചാരണയുണ്ടെന്ന് ഉറപ്പിക്കുന്ന മനുഷ്യൻ എങ്ങനെയാ ഈ ഭൂമി ലോകത്ത് പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നത്? അജബൻ ലിമൻ ഐക്കന ബിൽ ഖദരി. അതേ, റബ്ബിന്റെ ഖദാ ഖദറേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുള്ള മനുഷ്യന് കൈഫ യഹ്സുനു. എങ്ങനെയാ അവന് ദുഃഖിക്കാൻ കഴിയുന്നത്? എങ്ങനെയാ അവന് ടെൻഷനാകാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുള്ള സ്വർണം കൊണ്ടുള്ള ഫലകയിൽ എഴുതി വെച്ചിട്ടുള്ള മറ്റൊരു സന്ദേശമുണ്ട്. ആ ഫലകയിൽ എഴുതി വെച്ചിട്ടുള്ള മറ്റൊരു പേരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് ജനിക്കാത്ത കാലത്താ, നേതാവ് ലോകത്ത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാത്ത കാലത്താണ് മൂസ അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ആ മതിലിന്റെ ചുവട്ടിലുള്ള സ്വർണം കൊണ്ടുള്ള ഫലകത്തില് ആ നേതാവിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, പത്രങ്ങളിലൊക്കെ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ആ റിപ്പോർട്ടുകൾ? ചില പുഷ്പങ്ങളിൽ, ചില മത്സ്യങ്ങളിൽ, ചില മൃഗങ്ങളിൽ, ചില കല്ലുകളിൽ, ചില ചെടികളിൽ അല്ലാഹു എന്ന നാമം എഴുതി വെച്ചതായി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇതുപോലെ തന്നെ ചില ചെടികളിലും പുഷ്പങ്ങളിലും മരങ്ങളിലും കല്ലുകളിലുമൊക്കെ മത്സ്യങ്ങളിലും മൃഗങ്ങളിലുമൊക്കെ അല്ലാഹ് എന്ന പേരെഴുതി വെച്ച രൂപങ്ങൾ കാണുന്ന ലോകം മുഹമ്മദ് എന്ന പേരെഴുതി വെച്ചതും കാണുകയാണ്. ഇവിടെയെന്നു മാത്രമല്ല, പൂർവികരായ പണ്ഡിതന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ ചില പുഷ്പങ്ങളിൽ പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരെഴുതി വെച്ച പുഷ്പങ്ങളുള്ളതായി രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബിന്റെ നാമം എഴുതി വെച്ച ചെടികൾ, അല്ലാഹുവിന്റെ നാമം എഴുതി വെച്ച വൃക്ഷങ്ങൾ, ഇതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുള്ള അതേ ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ എവിടെ അല്ലാഹനെ പറയുന്നു, സമാനമായി അതാ അല്ലാഹുവിന്റെ ഹബീബിനെയും പരിചയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബ്
ലോകത്തിന്റെ പ്രമേയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്തെ പടക്കാനുള്ള കാരണഭൂതനാണ്. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, പൂർവിക പ്രവാചകന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത ദൗത്യം ആ നേതാവിനെ പരിചയപ്പെടുത്തലാണ്. ആ നേതാവ് വന്നാൽ ഈ ഗ്രന്ഥം പൂട്ടിവെച്ച് നേതാവിന്റെ പിറകെ കൂടണമെന്നാണ്. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ആഖിറകാലത്ത് ലോകത്ത് വരുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് ഈസാ അലൈഹിസ്സലാം ലോകത്ത് വന്നാൽ, ഈസാ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈസാ അലൈഹിസ്സലാമിന് പ്രവാചകത്വം അവകാശപ്പെടാൻ വകുപ്പില്ല. ഈസാ അലൈഹിസ്സലാം കേവലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് മാത്രമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രവാചകൻ വാനലോകത്ത് റബ്ബിന്റെ തീരുമാനപ്രകാരം ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ ഈസാ അലൈഹിസ്സലാമിന്റെ ദൗത്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീഅത്ത് പ്രചരിപ്പിക്കലാണ്. അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാം പ്രചരിപ്പിക്കുന്ന മദ്ഹബ് ശാഫിയോ ഹനഫിയോ ഹംബലിയോ മാലിക്കിയോ, അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ഈസാ അലൈഹിസ്സലാം ഒരു മുജ്തഹിദായ പണ്ഡിതനായിരിക്കും. ഏത് ഇമാമിനെയും തഖ്ലീദ് ചെയ്യാതെ മുജ്തഹിദായ ഒരു പണ്ഡിതനായിരിക്കുമെന്നല്ലാതെ ഒരു പ്രവാചകനായി അവകാശപ്പെടാൻ, ഒരു പ്രവാചകനായി പ്രഖ്യാപിക്കാനുള്ള അവകാശം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഈസാ അലൈഹിസ്സലാമിനില്ലെന്ന് പരിശുദ്ധ ഇസ്ലാം. ഖുർആൻ പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അല്ലദീന ആതൈനാഹുൽ കിതാബ്. ഇവിടെയുള്ള പൂർവീകരായ വേദക്കാർ, ആ വേദക്കാർക്ക് നമ്മൾ ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. ഇഞ്ചീൽ കൊടുത്തിട്ടുണ്ട്, സബൂർ കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള ഗ്രന്ഥങ്ങളും ഏടുകളും പൂർവീകരായ പ്രവാചകന്മാരിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, സമുദായത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങളിലൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ ഹബീബിന്റെ കൂടെ കൂടണമെന്ന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് പൂർവിക വേദഗ്രന്ഥക്കാരായ ബനൂ ഇസ്രായേലും യഹൂദികളൊക്കെ തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറക്കാൻ പോകുന്ന, ജനിക്കാൻ പോകുന്ന, പ്രത്യക്ഷപ്പെടാൻ പോകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി ശത്രുക്കൾക്കെതിരെ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലൊക്കെ ലോകത്ത് വന്ന് പൂർവിക വേദഗ്രന്ഥങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പരിശുദ്ധ പ്രമാണം ലോകത്തിന്റെ മുന്നിലേക്ക് കൈമാറിയപ്പോൾ അതിന്റെ മുമ്പ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും എതിരാളികൾക്കെതിരെ തങ്ങൾ ഇടയാളനാക്കി വെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല ചില പുരോഹിതന്മാർ. കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്താ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് വന്നാൽ ഈ പൗരോഹിത്യത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടും. അല്ലാഹുവിന്റെ ഹബീബ് വന്നാൽ ഈ പുരോഹിതന്മാർക്ക് സ്ഥാനനിലനം വരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് വന്നതോടുകൂടെ തങ്ങൾക്കറിയാത്ത ഒരാളെ പോലെ, തങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരാളെ പോലെ പൂർവിക വേദഗ്രന്ഥങ്ങളിൽ ആ നേതാവിനെ കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളെ മുഴുവനും വിസ്മരിച്ചുകൊണ്ട് പൂർവ്വ വേദക്കാർ പറഞ്ഞു, ആരായി പ്രവാചകൻ, എവിടെയാണ് അയാളെ കുറിച്ചുള്ളത്? അപ്പൊ ഖുർആൻ അവർക്ക് മറുപടി കൊടുത്തു, പൊട്ടം കളിക്കണ്ട, പൊട്ടീസ് പറയണ്ട. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഇപ്പോ അള്ളാന്റെ ഹബീബിനെ അറിയില്ല എന്ന് പറഞ്ഞു പൊട്ടം കളിക്കുന്ന കൗമില്ലേ? അള്ളാന്റെ ഹബീബ് ആരാന്ന് ചോദിക്കുന്ന വേദഗ്രന്ഥക്കാരില്ലേ? അവരെ കഥറിയുമോ? സ്വന്തം മക്കളെ പരിചയമുള്ളതിനേക്കാളേറെ, സ്വന്തം മക്കളെ കുറിച്ച് അറിവുള്ളതിനേക്കാളേറെ ആ നേതാവിനെ കുറിച്ച് അറിയുന്നവരാ വേദഗ്രന്ഥക്കാര്. ആ നേതാവിനെ കുറിച്ച് പരിചയമുള്ളവരാണ് പൂർവീക വേദഗ്രന്ഥക്കാര്. പക്ഷേ
ആ വേദഗ്രന്ഥക്കാരിൽ നിന്നും ചിലർ ലയക്തുമൂനൽ ഹഖ്, ആ വേദഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പരമസത്യങ്ങളെ മുഴുവനും പൂത്തിവെച്ചുകൊണ്ട് പൊട്ടം കളിക്കുക, നിഷേധികളാകുക, അല്ലാഹുവിന്റെ ഖുർആനിനോട് ധിക്കാരം കാണിക്കുകയാണ്. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ടാണ് അവർ പണി ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ടാണ് അവർ ചതി ചെയ്യുന്നത്. സ്വന്തം മക്കളെക്കാളേറെ വേദഗ്രന്ഥങ്ങളിലൂടെ തന്നെ ഹബീബിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ള പൂർവ്വവേദക്കാര് ഇപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ അറിയില്ല എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിനെ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്, അറിഞ്ഞുകൊണ്ട് സത്യനിഷേധിയാകുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവ്വ വേദഗ്രന്ഥക്കാർ ജനിക്കുന്നതിന്റെ മുമ്പ് പോലും ആ നേതാവ് ലോകത്തിന്റെ ചർച്ചയാണ്. ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് പോലും പ്രപഞ്ചത്തിന്റെ പ്രമേയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് പൂർവ്വ വേദഗ്രന്ഥം പഠിച്ചിരുന്ന പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സ്വഹാബിയാണ് സയ്യിദുനാ കഅബ് ബിൻ അഹ്ബാർ റളിയല്ലാഹു തആല. ആ കഅബ് റളിയല്ലാഹു തആല തങ്ങൾ വേദഗ്രന്ഥം നന്നായി പഠിച്ച ആളാണ്. ആ വേദഗ്രന്ഥം പഠിച്ച കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, കഅബ് തങ്ങളെ, നിങ്ങളുടെ പൂർവിക വേദഗ്രന്ഥത്തിൽ അഖ്ബിർനി അൻ ഫളാഇലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൂർവികമായ വേദഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പോരിശകളെയും പരാമർശങ്ങളെയും ശ്രേഷ്ഠതകളെയും നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കഅബ് റളിയല്ലാഹു തആല പറഞ്ഞു, അതെ, അല്ലാഹുവിന്റെ ഹബീബ് ജനിക്കുന്നതിന്റെ മുമ്പ് വേദഗ്രന്ഥങ്ങളിൽ ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പോരിശകൾ എന്തെന്ന് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് കഅബ് റളിയല്ലാഹു തആല വിശദീകരിച്ചു കൊടുക്കുകയാണ്. നഅം, അതേ ഉമർ തങ്ങളെ, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, ഖറഅതു ഇന്ന ഇബ്രാഹീമൽ ഖലീൽ, പൂർവികമായ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വജദ അജറൻ, അതാ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കല്ല് കാണുകയാണ്. ഒരു കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എടുക്കുകയാണ്. മക്തൂബൻ അലൈഹി അർബഅത അസ്തുർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ ഒരു പൂർവ്വ ചരിത്രം കഅബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പോരിശയിൽ നിന്ന് ഉമർ റളിയല്ലാഹു തആല ആരാധിക്കാൻ പാടില്ല, ഫഖുദിനി, എനിക്ക് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ മാത്രമേ ലോകത്തിന്റെ സർവാധികാരിയായി ഉള്ളൂ. മുഹമ്മദുൻ റസൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രവാചകനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ റസൂലാണ്. ആരാ പറയുന്നത്? ലോകത്ത് ജനിക്കാത്ത ഒരു നേതാവിനെ കുറിച്ച് എത്രയോ മുമ്പ് കടന്നുപോയ ഒരു പ്രവാചകന്റെ പരാമർശത്തിൽ ആ പ്രവാചകന്റെ കയ്യിൽ കിട്ടിയ കേവലം ഒരു കല്ലിൽ എഴുതി വെച്ചിട്ടുള്ള പരാമർശങ്ങൾ കഅബ് റളിയല്ലാഹു തആല വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ കല്ലിൽ എഴുതി വെച്ചിട്ടുള്ളത്? മുഹമ്മദുൻ റസൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ റസൂലാണ്. തൂബാ ലിമൻ ആമന ബിഹി, തൂബാ മൻ ആമന ബിഹി. ആ നേതാവിനെ പിന്തുടർന്നവർക്കാണ് സകലമാന മംഗളങ്ങളും, ആ നേതാവിനെ സ്വീകരിച്ചവർക്കാണ് സകലമാന സ്തുതികീർത്തനങ്ങളും, ആ നേതാവിനെ പിൻപറ്റിയവർക്കാണ് സകലമാന വിമോചനങ്ങളുമെന്ന് ആ കല്ലിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്ത് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ നേതാവിനെ കുറിച്ച് മധു പറയാനും പ്രകീർത്തിക്കുവാനും പരാമർശിക്കുവാനും എഴുതി വെക്കാനുമുള്ള കാരണം, ഒന്ന്, ആ നേതാവിന് വേണ്ടിയാണ് ലോകം പടക്കപ്പെട്ടത്. രണ്ട്, ആ നേതാവ് ഈ പ്രപഞ്ചത്തിന്റെ പ്രമേയമാണ്.
അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ. അതേ പൂർവിക വേദഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, പൂർവികമായ ചരിത്രങ്ങളിലും കഥകളിലും പ്രമാണങ്ങളിലും പരാമർശങ്ങളിലും മാത്രമല്ല, അല്ലാഹു തന്നെ ആ നേതാവിന്റെ ഗുണം പറയുന്നുണ്ട്. അല്ലാഹു തന്നെ ആ നേതാവിന്റെ മധു പറയുന്നുണ്ട്. അല്ലാഹു തന്നെ ആ നേതാവിന്റെ സ്തുതികൾ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ എടുത്താൽ കാണാം അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിനെ കുറിച്ചുള്ള വർണ്ണനയുണ്ട്. അതേ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിന്റെ മധുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അവിടത്തെ കാലിന്റെ മധുകൊണ്ട്, അവിടത്തെ ചെവിയുടെ മധുകൊണ്ട്, അവിടത്തെ ഹൃദയത്തിന്റെ പോരിശയുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയിട്ടുള്ള വിശിഷ്ടമായ അവയവങ്ങളുടെയും അവിടത്തെ പരിശുദ്ധമായ ശരീരങ്ങളുടെയും സ്തുതികീർത്തനങ്ങളും മദ്ഹുകളും പ്രകീർത്തനങ്ങളും പരാമർശങ്ങളും അല്ലാഹു ഖുർആനിൽ തന്നെ അവതരിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. മദ്ഹു പറയുകയാണ്. എന്താണ് മദ്ഹു പറയാനുള്ള കാരണം? മദ്ഹു പറയുക, ഗുണം പറയുക, പ്രകീർത്തിക്കുക എന്നതൊക്കെ സഹോദരന്മാരെ സ്നേഹിക്കപ്പെടുന്നവന് സ്നേഹിതൻ ചെയ്യുന്ന ചില കടമകളാണ്. ഒരാളെ നമ്മൾ സ്നേഹിക്കുകയും ആ സ്നേഹിക്കപ്പെടുന്ന ആളുടെ പേര് പറയുന്നത് കേട്ടാൽ നമുക്ക് തലവേദന ഉണ്ടാവും ചെയ്യാന്ന് പറയുന്നത് മഹാ അബദ്ധം. അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്നു എന്ന് പറയാം, പക്ഷേ ആ ഹബീബിന്റെ പേരോ മധുഹോ ഗുണോ പറയുന്നത് കാണുമ്പോഴേക്ക് നെറ്റിച്ചുളിയാണ്. അള്ളാന്റെ ഹബീബിന്റെ ഗുണം പറയുന്ന മാസം വന്നാൽ അത് മുടക്കാൻ വേണ്ടി നോട്ടീസ് അടിക്കുക, അത് മുടക്കാൻ വേണ്ടി ആയുസ് ചെലവഴിക്കുക. സഹോദരങ്ങളെ, സ്നേഹത്തിന്റെ അസാന്നിധ്യമാണ് അത് പഠിപ്പിക്കുന്നത്. സ്നേഹമുണ്ടോ? സ്നേഹമുള്ള ഒരാളെ കുറിച്ച് പറയുമ്പോ സ്നേഹിതന് തലവേദന ഉണ്ടാകാൻ പാടില്ല, വിഷമുണ്ടാകാൻ പാടില്ല, വേദന ഉണ്ടാകാൻ പാടില്ല. പിന്നെന്താ ചരിത്രത്തിൽ പറയുന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല, ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് കാലിൽ വേദന ഉണ്ടായപ്പോൾ എന്താ ഇബ്നു അബ്ബാസ് തങ്ങൾ വേദനക്ക് പരിഹാരമായി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താ? ഉദ്കുർ യാ മുഹമ്മദ്. സ്നേഹിക്കപ്പെടുന്ന ഒരാളുടെ പേര് കേൾക്കുമ്പോ ഉള്ള തലവേദന പോണം, ഉള്ള വേദന മാറണം. അതാണ് ചരിത്രം പറയുന്നത്, അതാണ് പ്രമേയം പറയുന്നത്, അതാണ് പ്രമാണം പറയുന്നത്, അതാണ് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കപ്പെടുന്നവന് സ്നേഹിതൻ ചെയ്യുന്ന കടപ്പാടാണ്, സ്നേഹിക്കപ്പെടുന്നവന് സ്നേഹിതൻ ചെയ്യുന്ന പ്രതിബദ്ധതയാണ് ആ സ്നേഹിതന്റെ മദ്ഹു പറയുക എന്നത്. എന്നാൽ ലോകത്തിന്റെ ഗുരുവര്യരോട് നമുക്കുള്ള സ്നേഹമോ നമ്മുടെ സുഹൃത്തെന്ന നിലക്കല്ല, നമ്മുടെ നേതാവെന്ന നിലക്കും മാത്രമല്ല, ഈ അഖില പ്രപഞ്ചത്തിന്റെ കാരണഭൂതരെന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് മദ്ഹു പറയുന്നത്. എന്നാൽ ആ നേതാവിന്റെ മദ്ഹു പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? അള്ളാന്റെ ഹബീബിന്റെ മദ്ഹു പറഞ്ഞവർ കീഴടങ്ങുകയും പരാജയപ്പെടുകയും ചെയ്തു എന്നല്ലാതെ പാരാവാരം പോലെ പ്രവിശാലമായ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾക്ക് പരിസമാപ്തി വന്നിട്ടില്ല, അതിന് പര്യവസാനം വന്നിട്ടില്ല. അതല്ലേ ലോക ചരിത്രത്തിൽ വിശുദ്ധമായ കാവ്യശകലമാണ് ബുർദ. ഇത്രത്തോളം ലോകത്ത് കാവ്യ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കവിത ഇന്ന് സാർവത്രികമായി മുസ്ലിങ്ങൾക്കിടയിലുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. 160-ൽ ചില്ലാനം വരുന്ന വരികളിലൂടെ ഇമാം ബുസൂരി തങ്ങൾ ബുർദ എഴുതുകയാണ്. എപ്പോഴാണ് അവിടെ നിന്ന് ബുർദ എഴുതുന്നത്? തന്റെ വഴിവിട്ട ജീവിതം, താൻ ഒരുപാട് വേണ്ടാത്തരം ചെയ്ത് ജീവിച്ച ഒരു